CPM SDPI ഡീൽ ആരോപണത്തിൽ നയം വ്യക്തമാക്കി SDPI ദേശീയ നേതൃത്വം. BJPയെ പരാജയപ്പെടുത്തുക ലക്ഷ്യമെന്നും SDPI. നേമത്ത് CPMനെ പിന്തുണയ്ക്കാനും തലശ്ശേരിയിൽ CPMനെ എതിർക്കാനും നീക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് തള്ളി മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ്. നേമത്ത് SDPIയുടെ പിന്തുണ CPM നേടിയെന്ന ആരോപണങ്ങൾ കത്തിപ്പടരുന്നതിനിടയിൽ നിലപാട് വ്യക്തമാക്കി SDPI ദേശീയ നേതൃത്വം രംഗത്ത്. നേമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി V ശിവൻകുട്ടി തങ്ങളോട് വോട്ട് തേടിയിരുന്നുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് പ്രതികരിച്ചിരുവെങ്കിലും അത്തരം പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സംസ്ഥാനത്ത് അത്യന്തം വാശിയേറിയ മത്സരം നടക്കുന്ന നേമത്ത് ഇടതുപക്ഷത്തിന് SDPI ബന്ധം ഉണ്ടെന്ന് UDFും BJPയും പ്രചരണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി SDPI ദേശീയ നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. BJPയെ തോൽപ്പിക്കുകയെന്ന ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുകയെന്ന നിലപാടാണ് തങ്ങളുടേത് എന്നും അതുതന്നെയാണ് കേരളത്തിലുടനീളം SDPI സ്വീകരിച്ചു വരുന്നതെന്നുമാണ് ദേശീയ പ്രസിഡന്റ് NK ഫൈസി വ്യക്തമാക്കിയത്. BJP വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നത് BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. BJP വിജയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നേമത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ നൽകിയതെന്നും NK ഫൈസി വിശദീകരിച്ചു. നിലവിൽ BJPക്ക് ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായ മഞ്ചേശ്വരത്ത് UDFന് പിന്തുണ നൽകുന്ന കാര്യം ഇനിയും തീരുമാനിച്ചിട്ടില്ല. മങ്കട, മഞ്ചേശ്വരം പോലെയുള്ള ഇടങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളെ പിൻവലിച്ചതുപോലും BJP സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാനാണ്. തീവ്ര മത്സരം നടക്കുന്ന ഇടങ്ങളിൽ വോട്ട് ഭിന്നിച്ചാൽ അത് BJPക്ക് ഗുണകരമാകുമെന്ന സാധ്യത തിരിച്ചറിഞ്ഞു തന്നെയാണിത്. BJP ജയിക്കാതിരിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള എല്ലാ തന്ത്രങ്ങളും SDPI കൈക്കൊള്ളും. ഏത് മുന്നണിയെ പിന്തുണയ്ക്കുമെന്നത് പ്രവർത്തകരെ അറിയിച്ച് മുന്നോട്ടു പോകും. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കേണ്ട കാര്യമാണെങ്കിൽ അതും ചെയ്യും. NK ഫൈസി നിലപാട് വ്യക്തമാക്കുന്നത് ഈ വിധത്തിലാണ്. VD സതീശനെ പോലെയുള്ള നേതാക്കൾ SDPI എതിർക്കുന്നതിനെയും ഫൈസി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ കോൺഗ്രസും SDPIയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം കേരളത്തിലെത്തുമ്പോൾ കോൺഗ്രസുകാർ SDPIയെ വിമർശിക്കുകയും ചെയ്യുന്നുവെന്നും NK ഫൈസി കോൺഗ്രസ് നേതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് VD സതീശനെ പോലെ ചിലർ മാത്രമാണ്. ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും ഈ അഭിപ്രായമില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ വിധത്തിൽ SDPIയെ കടന്നാക്രമിക്കുന്ന സാഹചര്യത്തിൽ മഞ്ചേശ്വരത്ത് കോൺഗ്രസിന് വോട്ട് നൽകുന്ന കാര്യം പുനർവിശകലനം നടത്തുമെന്നും ഫൈസി പ്രതികരിച്ചു. CPMുമായി ഒരു ഒത്തുതീർപ്പുമില്ല. നേമത്ത് BJP ജയിക്കാതിരിക്കാൻ LDFനെ പിന്തുണയ്ക്കും. അതേസമയം തലശ്ശേരിയിൽ CPM നേതാവ് കാരായി രാജനെ എതിർക്കുകയും ചെയ്യും. ഫസൽ വധക്കേസിലെ പ്രതിയായതിനാലാണ് കാരായി രാജനെതിരെ ഈ തീരുമാനമെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. SDPI ദേശീയ പ്രസിഡന്റ് നയം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് രംഗത്ത് വന്നിട്ടുണ്ട്. BJPയെ തോൽപ്പിക്കാൻ ആരുടെ വോട്ടും സ്വീകരിക്കാമെന്നും അതിൽ തെറ്റില്ലെന്നുമായിരുന്നു AKM അഷ്റഫിന്റെ വിശദീകരണം. SDPIയും CPMും തമ്മിൽ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടെന്ന വിധത്തിൽ പ്രചരണ കോലാഹലങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് BJPക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്ന നിലപാട് പ്രഖ്യാപിച്ച് SDPI നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കുളം കലക്കി മീൻ പിടിക്കാനുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്.